ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. മിഡ് ഡിവിഷൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ മിഡ് ഡിവിഷനിലേക്ക് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടി കളിക്കാനായിട്ട് മറ്റ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വന്നത്. സത്യത്തിൽ എനിക്ക് നല്ല വിയോജിപ്പെട്ടു. കാരണം മിഡ് ഡിവിഷനിൽ പോകേണ്ടത് എനിക്ക് വേണ്ടി കളിക്കേണ്ട മറ്റൊരാൾ. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പാകപ്പിഴ, ചിലരുടെയൊക്കെ പാകപ്പിഴ കൊണ്ട് തന്നെയാണ് അതിൽ കുറച്ച് പോയിന്റ്സുകൾ എനിക്ക് കുറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചു. അതിന് തുറന്ന് ശക്തിയുക്തം വാദിക്കുകയും ചെയ്തു. ബട്ട് ലാസ്റ്റിൽ നമുക്കായിട്ട് ബിഗ് ബോസ് ഒരു മത്സരം തന്നിരുന്നു. അതിൽ എന്നെ മറന്നുകൊണ്ട്, എന്റെ ആരോഗ്യം മറന്നുകൊണ്ട്, എന്റെ പ്രായം മറന്നുകൊണ്ട്, എന്റെ എല്ലാം മറന്നുകൊണ്ട് ഞാൻ ഏറ്റവും എന്റെ മരണക്കളി ഞാനത് കളിച്ചു. അതാണ് ടാസ്കിൽ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്നു. സോ അതിൽ ഞാൻ പരാജയപ്പെട്ടുവെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു. എന്നാൽ ഒനിയെ സംബന്ധിച്ചിടത്തോളം ഒനിയിൽ ഒരിക്കലും അതിന്റെ അടുത്ത് പോലും എത്തിയിരുന്നില്ല. ഒനിയിൽ മറ്റുള്ളവരുടെ ശക്തി കൊണ്ട് മാത്രമാണ് അറ്റ്ലീസ്റ്റ് ആ 3 റൗണ്ടുകളും പാസ്സായി ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല ഒനിയിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ബിഗ് ബോസ് ആ ഗ്രൂപ്പ് ഷഫിൾ ചെയ്തപ്പോൾ, എന്റെ ഒരു പരാജയം പുറത്ത് ബിഗ് ബോസ് ഷഫിൾ ചെയ്തപ്പോഴത്തേക്ക് ഒനിയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞു പറ്റത്തില്ല, ഇത് ശരിയാവത്തില്ല എന്ന രീതി. അത് മാത്രമല്ല ഒനിയിൽ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഷോമിസ്റ്റ് ആണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് എപ്പോഴും പുള്ളിക്കാരൻ നേതാവാകണം, എപ്പോഴും പുള്ളിക്കാരൻ മറ്റുള്ള അടിച്ചമർത്തി, ഐ മീൻസ് പുള്ളിക്കാരന്റെ ഒരു ഇപ്പോൾ കുക്കിങ്ങിലായാലും ഒരു ഷെഫിലായാലും പുള്ളി വലിയ ഷെഫാണ് എന്നുള്ള വിചാരം. അതുപോലെ തന്നെ മറ്റുള്ളവരെ അബ്യൂസിംഗ് ഇൻ ദ സെൻസ് വളരെ മോശമായിട്ട് പോയിസൺ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുക. പക്ഷേ നിർഭാഗ്യവശാൽ പുള്ളിയുടെ നിർഭാഗ്യം കൊണ്ട് ഞാൻ അത് ഇത് പറയുമ്പോൾ അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞെങ്കിൽ പോലും പുറകെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാനത് പുറത്ത് പറയാതെ വെച്ചെന്ന് വെച്ചാൽ അതൊരു വലിയ വിഷയമാക്കണമെന്ന്. ബട്ട് ഭാഗ്യത്തിന് ലാലേട്ട കേട്ടു. എനിക്ക് സത്യമുള്ളതായിരിക്കും ലാലേട്ട കേട്ടത്. എന്തായാലും ലാലേട്ട അത് പറഞ്ഞു. ഒരിടത്ത് ഞാൻ ഈ ചീപ്പ് കളി കളിക്കാറില്ല, ഒരിടത്ത് പറഞ്ഞു. എല്ലാവരും പറയും ഞാൻ ഒന്നാണ് മറ്റതാണ്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞ് അന്ന് ബോംബ് പൊട്ടിക്കാൻ ഞാൻ ചെയ്തില്ല. അതൊരു ഫെയർ ഗെയിം ആണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ അയാൾക്ക് തോന്നിയത് പറഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പലരെയും മാറ്റി നിർത്തി ഗ്രൂപ്പിൽ പോയിരുന്ന പലതരത്തിൽ അടിച്ചമർത്തി ആക്ഷേപം സംസാരിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് ഒന്നിനെ തോന്നിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ ഒരിക്കലും ഡെഡ് സോണിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒന്നിൽ എപ്പോഴും ഡെഡ് സോൺ അങ്ങനെ ആയിരിക്കില്ല, ഇന്ന ദിവസം നമുക്ക് തിരിച്ചു വരാൻ പറ്റി പുറത്തു. പക്ഷേ എനിക്ക് അതിൻ്റെതായ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ബിക്കോസ് ഡെഡ് സോണിനെ അത്രയും സീരിയസ് ആയിട്ടാണ് എടുത്തിരുന്നത്. ഡെഡ് സോൺ എന്ത് സംഭവിക്കാം, ടിസ്റ്റ് ആയിരിക്കാം, ടേണിംഗ് ആയിരിക്കാം, ചിലപ്പോൾ എവിക്ടഡ് ആയി പോകാം, ലാലേട്ടനുമായിട്ട് ചിലപ്പോൾ കാണാൻ പോലും പറ്റില്ലെന്ന് വരും. അതുകൊണ്ട് ഡെഡ് സോണിൽ അത്രയും ടെൻഷൻ അടിച്ചാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് ഡെഡ് സോണിൽ നിന്ന് പുറത്തേക്കായിട്ട് ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഷാരിക എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക് വിഷയത്തിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം പുറത്തേക്ക് പോയ ആളാണ്. അല്ലെങ്കിൽ ഞാൻ ഡെഡ് സോണിൽ പോകാൻ വേണ്ടി ഒരിക്കലും കളിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല ആളെ തെരഞ്ഞെടുക്കുമ്പോൾ ഷാരികയോട് ആരും പറഞ്ഞില്ല ബിന്നിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി. പിന്നീട് കുറ്റം പറഞ്ഞ ചാളൻ ഷാരിക. അപ്പോൾ ഷാരിക ഒരു കളത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരാളാണ്. ഞാൻ അതുപോലെ തെരഞ്ഞെടുത്തത് അക്ബറിനെ ഷാനവാസിനാണ്. അവരെ കൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് അവരെ കൊണ്ട് കളിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി 13 സേഫ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഷാരിക ഏറ്റവും ലോസ്റ്റ് കിടക്കുന്ന 3 പോകാനിരുന്ന ഷാരികയാണ് അനീഷ് കാരണം സേഫ് ആയത്. അപ്പോൾ ഷാരികയാണ് ബാക്കിയുള്ളവർ പിന്തുണ കാരണം രക്ഷപ്പെട്ടു പോയത്. പിന്നെ ഡെഡ് സോണിൽ പോയിട്ട് പേടിച്ച് ഇറങ്ങിയിരിക്കുന്ന ഷാരികനെ പോലെ എല്ലാവരും ഞാൻ അവിടെ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂവായിട്ട് ഫ്രണ്ട്സ് ആയി. കാരണം ഏകാന്തരം നമുക്ക് ചെയ്യാൻ പറ്റിയ അതൊക്കെയാണ്. അത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതാണ്. ഷാരിയെ പോലത്തെ ആൾ ഭയങ്കര ട്രിഗർ ചെയ്യുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ ഗണ്ണാണ്, ചീറ്റാണ് പോകുന്നത്. എല്ലാം മണ്ടനായി ശശിയായി പോകുന്നതാണ്. ഒരു കാര്യത്തിൽ എഴുന്നേറ്റ് കണ്ണുരുട്ടി വെറുതെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിഗർ ആവുന്നതാണ് വിചാരിക്കുന്നത്. ഒരിക്കലും ആവാറില്ല. ഈ ഡൈനിങ് ടേബിൾ അവിടെ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അനീഷിന് വേണ്ടി സപ്പോർട്ട് സംസാരിക്കുന്ന പ്രേക്ഷകർ പിന്തുണ അനീഷിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അനീഷിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ അതുപോലും ഇയാൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ശോകമായിട്ടാണ് ഷാരിക ഇവിടെ വന്നിരിക്കുന്നത്. ഹോട്ട് സീറ്റ് എന്നുള്ള സംഭവത്തിന്റെ ബലത്തിൽ മാത്രമാണ്. പക്ഷേ പുറത്താണല്ലോ ഇവിടെ ഒന്നും ഇറക്കാൻ പറ്റില്ല. ബിഗ് ബോസിനെ പറഞ്ഞ് കണ്ടന്റേ ഇല്ല. കണ്ടന്റ് അതിനുള്ള ഷാരികക്ക് വേറെ ഒന്നുമില്ല. ഈ കണ്ണൂരിട്ടും ഇത് മാത്രമല്ല ഫേക്ക് റിയാലിറ്റി മാത്രമേ ഉള്ളൂ. ഒരു കളത്തിൽ നിന്ന് മറ്റേ കളത്തിലേക്ക് ചാടി കളിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒന്നിന്റെ സ്വഭാവമുള്ള ഷാരിക ഇവിടെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം ബിന്നിയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞിട്ട് പിന്നെ അതിന്റെ വെറും 2 മണിക്കൂറുള്ളിൽ ബിന്നിയെ കാരണം ഞാൻ തോറ്റു, എന്റെ ടീം ബിന്നിയെ കാരണം പൊളിഞ്ഞു എന്നൊക്കെ പറയുന്നു. സ്വന്തം അലിഗേഷൻസ് ഉണ്ടാക്കുന്നത് ഈ ഷാരിക തന്നെയാണ്. അപ്പോൾ ഷാരിക ഒരു സ്ഥലത്ത് ഉറച്ചിക്കാത്ത ആൾ എങ്ങനെ ഡെഡ് സോണിൽ പോയാലും ഈ പറഞ്ഞ ടെൻഷൻ പിടിച്ച് ആകുന്ന ഷാരികയാണ്. തിരിച്ചു വരാൻ വേണ്ടി ഒരു യോഗ്യതയില്ല. അന്ന് തന്നെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് മിഡ് വീക്ക് എവിക്ഷനിൽ ഇരുന്നത് ഷാരികയാണ്.